അടുപ്പിൻ കല്ലുകൾ. അതെ, ഈ അടുപ്പിൻ കല്ലുകൾ ആറുമില്ല. ഇതിൽ കൃത്യമായി ആ അടുപ്പിൻ കല്ലുകൾ വെച്ച് വേവിച്ചെടുത്തോണ്ടിരിക്കുന്നുണ്ട്. നിങ്ങളെ ആശയാദർശങ്ങളെ ഉച്ചോറും ഇവിടെ കൃത്യമായ രൂപത്തിൽ ഇവിടെ വേവിച്ച് അത് കൃത്യമായി നിങ്ങൾ അതിൽ കിടന്ന് വെന്തിടുന്നുണ്ട്. ഞങ്ങളെ മൂന്നാളാണെന്ന് പറഞ്ഞിട്ട് നിങ്ങളിപ്പോ വലിയ ഗംഗയുമായിട്ട് രാഷ്ട്രീയക്കാരെ പിന്തുണക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് നടത്തിയൊരു യാത്ര ഉണ്ടല്ലോ, അതിലിപ്പോ നിങ്ങൾ മൂന്നാളാണല്ലോ. കഥ ഞങ്ങള് മൂന്നാളുള്ളൂ പറഞ്ഞു. നിങ്ങളോ മൂന്നാളല്ലേ? നിങ്ങൾ അടുപ്പിങ്കല്ല് എന്ന് പറയാൻ പറ്റൂല. അതൊക്കെ ആൺകുട്ടികൾക്ക് പറയണ പേരാണ്. അതൊന്നും അതിനൊന്നും നിങ്ങൾ യോഗ്യരല്ല. പേരിടുന്നതെന്ന് സമൂഹം തീരുമാനിക്കാം. അപ്പൊ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ മനസ്സിലാക്കണം, ഈ രൂപത്തിൽ അത് കൃത്യമായ രൂപത്തിൽ ഭൗതികരുടെ മാർഗങ്ങളിൽ നിന്നുള്ള പിന്മാറൽ അതിവിടെ നടത്തുമ്പോ അതിനെ കൃത്യമായ രൂപത്തിൽ നമ്മളിവിടെ വിധിയെടുത്ത് നടത്തും. സമൂഹത്തിൽ അത് കൃത്യമായ രൂപത്തിൽ വിചാരണയ്ക്ക് വിധേയമാണ്. അതന്നെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതന്നെയാണ് എനിക്കും പറയാനുള്ളത്. ഇത്തരത്തിലുള്ള ആൾക്കാരെ നമ്മൾ വെറുതെ വിടാൻ പാടില്ല. ശരിയാണ്. അപ്പോ അത്തരത്തിലൊരു വിജയത്താണ് ഞാൻ ഇവിടെ നടത്തുന്നത്. കേരള യാത്ര പരാജയം, AP സമസ്തയുടെ കാലം കഴിഞ്ഞു, ഇന്ന് പൂനൂരിൽ എന്ന് പറഞ്ഞിട്ടൊരു പോസ്റ്റർ നമ്മളൊരു സുഹൃത്ത് ഇങ്ങനെ അയച്ചെന്നതാ. അപ്പോ ഇനിയിപ്പോ നമ്മളെ കാര്യം വളരെ കഷ്ടത്തിലാവുന്ന കരുതിയിട്ടാണ് ഇതൊന്ന് കേൾക്കാൻ പോയത്. അപ്പോ നമ്മളെ കുഞ്ഞായ്മ ഇങ്ങനെ പ്രസംഗിക്കുകയാണ്. അപ്പൊ കുഞ്ഞായ്മ ഇങ്ങനെ ആദ്യം പ്രസംഗിച്ചു വരുന്നത് വേറെ രീതിയിലാണ്. എല്ലാം AP-ക്കാർക്ക് കാൽക്കീഴിലായി എന്നുള്ള രൂപത്തിലാണ് സംസാരിക്കുന്നത്. അതൊന്നും നമുക്ക് കേട്ടോ. എന്നിട്ട് പിന്നെ AP-ക്കാർക്ക് ഒരു മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഭയങ്കര തന്നെയാണ് അതൊക്കെ. എന്താണ് ഇവിടെ ശരിയായ മാർഗമെന്ന് കൃത്യമായി ബോധ്യമായിരുന്നിട്ടും അതിൽ നിന്ന് വഴിമാറി സഞ്ചരിക്കുമ്പോൾ അവർക്ക് ലഭിക്കുന്നത് എന്താണ്? അവർ ഏറ്റെടുത്തതിന് നമ്മൾ അവരെ വഹിക്കും. അവർക്ക് സ്വൈരവിഹാരം നടത്താം. ഇത് പറഞ്ഞു വരികയാണെങ്കിൽ AP വിഭാഗത്തിന് ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ ദുനിയാവിന്ന് കിട്ടും എന്ന രീതിയിലാണ് ഇപ്പം പറഞ്ഞു വരുന്നത്. അത് നമുക്കൊന്ന് കേട്ടോക്കാം. സാമ്പത്തികമായ നേട്ടങ്ങൾ ഉണ്ടാകും, സ്ഥാനമാനങ്ങൾ ഉണ്ടാകും, ആളുകളുടെ കയ്യടികൾ ഉണ്ടാകും, ജനക്കൂട്ടമുണ്ടാകും, ജനപിന്തുണയുണ്ടാകും, ധനഫലമുണ്ടാകും, വലിയ പേരും പ്രസിദ്ധിയും ഉണ്ടാകും, ചാനലുകളിൽ പ്രത്യക്ഷപ്പെടും. ഭൗതികമായി എന്തൊക്കെയാണ് അവർക്ക് ആവശ്യമുള്ളത് അതൊക്കെ ഇവിടെ ഉണ്ടാകും. പക്ഷേ ഈ ഭൗമലോകം ഒരിക്കലും ശാശ്വതമല്ല, അത് ക്ഷുപ്രസാധ്യമാണ്. കേരളത്തിൽ കണ്ടോടുകൂടി ആകെ നട്ടം തിരിഞ്ഞ് ഭ്രാന്തായിട്ട് ഇതുവരെ എന്താ പറഞ്ഞത്? AP വിഭാഗം ഇവിടെ നശിക്കാൻ പോകുന്നു, അവരുടെ സ്ഥാപനങ്ങൾ പൂട്ടാൻ പോകുന്നു, അവർ തന്നെ ഇവിടെ ഉന്മൂലനം ഞങ്ങൾ ഇതാ ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ഇതാ ഒരുങ്ങിയിരിക്കുന്നു, ഞങ്ങളെ മശായിക്കന്മാർ ഇതാ റെഡിയായിരിക്കുന്നു എന്ന് പറഞ്ഞ ആളിപ്പോ ഈ രൂപത്തിൽ തിരുത്തുകയാണ്. അപ്പൊ അത് വേറെ രീതിയിൽ ഇപ്പൊ മിരട്ടാണ്. നിങ്ങൾക്ക് ഞാഹിറത്തിൽ രക്ഷയില്ല എന്നുള്ള രൂപത്തിലാണ് ഇപ്പൊ കൊണ്ടുവരുന്നത്. നോക്കിങ്ങള് അത് അല്പസമയം മാത്രമാണ്, നൈമിഷികമാണ്, നശ്വരമാണ്. എന്നെന്നും നിലനിൽക്കുന്ന ലോകം ആ പാരമ്പര്യ ലോകത്ത് ഇവരെ കാത്തിരിക്കുന്നത് എന്താണ്? ഭൗതിക ലോകത്ത് ആളുകളുടെ പിന്തുണയുണ്ടാകും, ജനങ്ങൾ, രാഷ്ട്രീയക്കാർ, സമ്പന്ന മേധാവികൾ, ഭൗതിക മേലാളന്മാർ അവരെ ഇങ്ങനെ പ്രശംസിക്കും, പുകഴ്ത്തും, അവരെ ഇങ്ങനെ ചാക്കി വെച്ച് ഉയർത്തിക്കൊണ്ടിരിക്കും. അതിലിവരിങ്ങനെ ഏറിയിരിക്കും. അതൊക്കെ ശരി. അപ്പോ നമ്മളെല്ലാരും ഇങ്ങനെ ഉയർത്തിക്കൊണ്ടുവരും. അത് ഇപ്പൊ ബെൻകർ കണ്ടിട്ടേ ആകെ നട്ടതിരിക്കണേ. അങ്ങനെ ബെനൊരു ഉയർത്തി ആരെന്നറിയങ്ങള് ബെനാരും ഇങ്ങോട്ട് ഉയർത്തണില്ല. അതിന് ബെൻ എന്ത് ചെയ്ത് ഒരു ഉയർത്തി. ആ ഉയർത്തലിന്റെ വീഡിയോ ഞാൻ അവിടെ കൊടുക്കട്ടോ, അത് കണ്ടോളി. നമ്മുടെ ഭാരതാംബയുടെ മുന്നോട്ടുള്ള ഗമനത്തിന് വേണ്ടി നമുക്ക് ഒറ്റക്കെട്ടായി കൈകോർത്തു പിടിക്കാം. നമ്മുടെ രാജ്യത്തിന്റെ ഈ ബഹുസ്വരതയെ, രാജ്യത്തിന്റെ നാനാത്വത്തിലേകത്വം എന്ന മഹത്തായ പൈതൃകത്തെ തച്ചു തകർത്തു തരിപ്പണമാക്കാൻ കടന്നു വരുന്ന ഏതൊക്കെ രൂപത്തിലുള്ള രാക്ഷസന്മാരുണ്ടോ അവരെയൊക്കെ ജാതി, മത, രാഷ്ട്രീയ, കക്ഷി ഭേദമന്യ എല്ലാവരും ഒരേ മനസ്സോടുകൂടി കൈകോർത്തു പിടിച്ച് നമ്മുടെ മോദിജിക്ക് കരുത്തു പകർന്നുകൊണ്ട് ഈ രാജ്യത്തിന്റെ ബഹുസ്വരതയെ ശക്തമായി നിലനിർത്താൻ, ഐക്യവും അഖണ്ഡതയും കാത്തു സൂക്ഷിക്കാൻ ഈ സാവിയത്തു സൂഫിയ ഞങ്ങളുടെ പ്രിയപ്പെട്ട വന്യരായ ഗുരുവര്യരുടെ നേതൃത്വത്തിൽ പ്രതിജ്ഞാബദ്ധ എന്ന സന്തോഷ വാർത്ത കൂടി രാജ്യത്തിന്റെ മോദിജിയുടെ പ്രതിനിധിയായി ഇവിടെ എത്തിയിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട അതിഥികളെ ഇത്തരണത്തിൽ അറിയിക്കുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. ഇവനെ ഈ ഉയർത്തലെന്ന് എന്തിനു ഉയർത്തിയാൽ എങ്ങനെങ്കിലും AP വിഭാഗത്തൊന്നും ഇല്ലാണ്ടാക്കണം. അതിന് ഈ സംഖ്യകളെ മൂട് താങ്ങി ഓരോട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് ഓരോ വേണ്ടപ്പെടുത്തുമൊക്കെ ബന്ധപ്പെട്ട് ഈ സ്ഥാപനങ്ങളൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ കൂട്ടിക്കണം. അതേമാതിരി തന്നെ ഒരുപാട് ആൾക്കാർക്കെതിരെ കള്ളക്കേസ് കൊടുക്കണം. അതിനു വേണ്ടിയിട്ട് ഈ സംഖ്യകളെ മൂട്ടിലൊന്ന് പോയി നോക്കിയതാ. പക്ഷെ എന്താ തോന്നണില്ല, അതവിടെ നടന്നിട്ടില്ല. ഇപ്പൊ മറ്റേ രൂപത്തിൽ ഭീഷണിപ്പെടുത്തുന്നത് അതാണ് ഇപ്പൊ ഈ കാണുന്നത്. അവസാനം പോയി കിടക്കാനുള്ള ഇടമേതാണ്, അത് നരകമാണ്. നരകം അത് കേരവലിന്റെ സുഖമതിൽ ഉണ്ടാവുകയില്ല, എയർ കണ്ടീഷന്റെ സുഖമതിൽ ഉണ്ടാവുകയില്ല. ശീതീകരിച്ച റൂമിന്റെ അകത്തളങ്ങളിൽ കറങ്ങുന്ന ഫാനിന്റെ താഴെ, കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഫാനിന്റെ താഴെ EC ചേർന്നിരുന്നു കൊണ്ട് സുഖലോകത നരകത്തിലില്ല. അത്
ഭയാനകമാണ്, വലിയ പ്രയാസമാണ്. കത്തിച്ചൊലിക്കുന്ന ഈ ജ്വാലകളാണ് അവിടെ കാത്തിരിക്കുന്നത്. പരിശുദ്ധ ഖുർആൻ. ആ സ്റ്റേജിലും മുന്നിലും കുറച്ച് കഴുതകളായിട്ടുള്ള ആൾക്കാർ ഇരിക്കുന്നുണ്ടല്ലോ ഇവന്റെ. അപ്പൊ ആയിട്ടുള്ള ഇതുവരെ ഇങ്ങനെ പറഞ്ഞു പഠിപ്പിച്ചെന്ന് എന്താ അറിയോ, AP വിഭാഗം നശിക്കും, അത് നമുക്ക് കാണാന്ന് പറഞ്ഞിട്ട് ഇതിട്ടിങ്ങനെ വെച്ചിപ്പിച്ച് ഇങ്ങനെ ഇതിട്ടിങ്ങനെ പൂതി വെപ്പിക്കായിരുന്നു. ഇപ്പൊ AP വിഭാഗം ഇങ്ങനെ വിജയിക്കാണ് ഓരോ ഭാഗത്തും. അപ്പൊ ആയിട്ടുള്ള പറഞ്ഞ് സമാധാനിക്കാണ്. ഓർക്ക് ഇവിടെ ഏതുണ്ടാവും, ഉയർച്ചൊക്കെ ഉണ്ടാവും ഇവിടെ. പക്ഷെ അവർക്ക് എവിടെ മരിച്ചു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. ആ രൂപത്തിൽ കൗമിനെ പഠിപ്പിക്കണം ഇപ്പൊ ഈ മൊയന്ത് ചെയ്യുന്നത്. നോക്കി നിങ്ങള്. ഈ ഉത്ബോധനമാണ് സാദിയത്ത് സൂഫിയ സമൂഹത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ നിലപാട് അതാണ്. എന്തിനാണ് ഇങ്ങനെ പരിപാടി സംഘടിപ്പിക്കുന്നത്? എന്തിനാണ് ഓരോ സ്ഥലങ്ങളിലും വന്ന് ഇങ്ങനെ പ്രോഗ്രാം സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? ഏതെങ്കിലും ഒരു വ്യക്തിയെ ടാർഗറ്റ് ചെയ്തിട്ടാണ് പേരുകൾ പറഞ്ഞു. പേരോട് അബ്ദുറഹ്മാൻ സത്താസി, അബ്ദുൽ ഖാദർ മുസ്ലിയാർ, AP അബ്ദുൽ ഹക്കീം അസ്ഹരി, ഇങ്ങനെ ചില പേരുകൾ. സ്വാഭാവികമായി ആദർശപരമായ വിഷയങ്ങൾ വന്നപ്പോ ആദർശത്തിൽ നിന്ന് മുത്ത് റസൂലും സഹാബത്തും പഠിപ്പിച്ച പൂർവികരെ പഠിപ്പിച്ച വഴിയിൽ നിന്ന് വ്യതിയാനം സംഭവിച്ച് ജനങ്ങളെ വഴികേടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ആളുകളുടെ പുതിയ നവകാലത്തെ ആളുകളെ പേര് പറഞ്ഞപ്പോ ചില പേരുകൾ ഇവിടെ പറഞ്ഞു. ഒരിക്കലും അവരുമായുള്ള വ്യക്തിപരമായ വിഷയത്തിലല്ല നമ്മുടെ ഇടപെടൽ. ആദർശാധിഷ്ഠിതമാണ്, ആദർശപരമാണ്. അതാണ് ഞാൻ പറഞ്ഞത്. പരിശുദ്ധമായ പവിത്രമായ പാരമ്പര്യത്തിനെതിരായ നീക്കം. ആ നീക്കം ഇവിടെ നടക്കുമ്പോ അത് കൊണ്ടുപോയി എത്തിക്കുന്നത് നരകത്തിന്റെ അഗാധ ഗർത്തത്തിലേക്കായിരിക്കും എന്ന സത്യം ഈ സമൂഹത്തെ ബോധ്യപ്പെടുത്തുക എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം അമ്പിയാക്കൾ നിർവഹിച്ച, മശായിഖന്മാർ നിർവഹിച്ച, അവരുടെ അണികൾക്ക് നിർദ്ദേശം കൊടുത്ത് മഹാന്മാരായ അമ്പിയാക്കളും ഔലിയാക്കളും മുന്നറിയിപ്പായി അതാത് കാലഘട്ടത്തിലെ പ്രബോധകന്മാരോട് നിർവഹിക്കാൻ പറഞ്ഞ ആ ദൗത്യമാണ് അസ്ഹാബത്തുകളായ കാലഘട്ടത്തിലെ മശായിഖന്മാരുടെ നിർദ്ദേശത്തിൽ സാധുക്കളായ ഞങ്ങൾ ഇവിടെ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. ത്തിന്റെ മശായിക്കന്മാര് ആര്, കോമാട്ടിൽ അബ്ദുള്ള ഓന്റെ നിർദ്ദേശത്തിൽ അത്രേ ഇവരിപ്പോ ഈ ആദ്യ പരിപാടിയായിട്ട് രംഗത്ത് വരുന്നത്. അതാണ് ഇപ്പൊ വലിയ അളക്കൽ ഇപ്പൊ അവിടെ ഇളക്കിയത്. നോക്കണങ്ങൾ. ഇതാണ് ഇവന്മാരെ കഥ. ആദ്യമാര് പ്രസംഗിച്ചത് എന്താ പറഞ്ഞത്? AP വിഭാഗം അവിടെ നശിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ടല്ലേ പ്രസംഗിച്ചിരുന്നത്. ഇപ്പൊ ഇന്നും പറഞ്ഞെന്താണ്? കേരള യാത്ര പരാജയം, AP സമസ്തയുടെ കാലം കഴിഞ്ഞു. അതേ പരിപാടി സംഘടിപ്പിച്ചിട്ട് ആദർശ വിശുദ്ധി നഷ്ടപ്പെട്ട AP സമസ്തയുടെ പരിണാമങ്ങൾ എന്ന ടൈറ്റിലൊക്കെ കൊടുത്തിട്ട് ഇപ്പൊ വന്നിട്ട് പ്രസംഗിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലേ സൗഭാഗ്യം കിട്ടും, നിങ്ങൾക്കൊക്കെ ഉണ്ടാകും, ദുനിയാവിൽ അങ്ങനെ ഒക്കെ ഉണ്ടാകും. പക്ഷെ നിങ്ങൾ ആഖിറത്തിൽ വിജയിക്കൂല. അവിടെ കുഞ്ഞായ്മതേ ഈ ഒരു കാര്യം അറിയാം, ഞങ്ങൾ ആഖിറത്തിലും വിജയിക്കും ദുനിയാവിലും വിജയിക്കും. അതൊക്കെ പൂർണ്ണ ബോധത്തോടു കൂടിയിട്ടാണ് ഞങ്ങളൊക്കെ ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിന്റെ പിന്നാലെ ആട്ടി ഉറച്ചു നിൽക്കുന്നത്. പക്ഷെ ആ ഭാഗ്യം അനക്കും എൻ്റെ കോമാടന ഹുദക്കും അതുപോലെ തന്നെ കുഞ്ഞായ്മാർദ്യ സമ്മതങ്ങളെ കമ്പനിയിലല്ലോ ഒറ്റൂരികൾ അവർക്ക് ഇല്ലാണ്ട് പോയി. അത് മാത്രമാണ് ഇന്ന് പൊതുജനങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇത് ആദ്യം എന്താ പറഞ്ഞത്? ജനങ്ങള് വിചാരണക്ക് വിധേയമാക്കുന്നു. ജനങ്ങൾ വിചാരണക്ക് വിധേയമാക്കിയിട്ടുണ്ട് നിങ്ങളെ. അതാണ് ഇപ്പോ ഞാനടക്കം ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അറിയോ? അപ്പൊ നിങ്ങളെന്താ പൊതുവെ പറയാറുള്ളത്? നിങ്ങൾ ഓരോ പ്രസംഗങ്ങൾ കേട്ടിട്ടും ആൾക്കാർ നിങ്ങളെ തെറി വിളിക്കാണ്, ഓടുക്കാൻ വെച്ചാൽ. എടോ, യഥാർത്ഥ ദീൻ പറയുന്ന ആൾക്കാർക്ക് അങ്ങനെ ഒരു അവസ്ഥ വരുമോ? ഇതൊന്നൊന്ന് ആലോചിച്ച് നോക്കാം. ഇതൊന്നും എത്ര വലിപ്പില്ലടാ. ഏതൊരു വീഡിയോ ചെയ്യുന്ന ഒരാൾ പറഞ്ഞേ, ചുമരുമ്പ നിന്നിട്ട് എന്നെ നടന്നു നോക്കാൻ പറയുന്നു. അതിന് നോക്കിക്കണം, ഒന്ന് നടന്നു നോക്കിയിട്ട് കുറച്ച് പുറം നിന്നൊന്ന് വിട്ടു നോക്കി എത്ര വലിപ്പമുണ്ടെന്നത്.